ഇഷ്ടം? സ്റ്റീഫൻ അടിപൊളിയാണോ, ഖുറൈശി എബ്രാം ആണോ, ഏതാണ്? ഓക്കെ, പ്രോപ്പറായിട്ടൊരു ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എന്നാലും എബ്രാന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. പടന്ന വരുന്ന രസമുണ്ട്. കുറേ നാൾ കൂടി ഒരു ത്രില്ലറൊന്നും അല്ലാണ്ട് ഭയങ്കര കാം പോയ ജീവിതമുള്ള, നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, വീടുണ്ടാക്കാനൊക്കെ ഒരു ഓടിയിട്ടുള്ള, പ്രണയത്തിന് വേണ്ടി ഓടിയിട്ടുള്ളവരുടെയൊക്കെ ഒരു ഭയങ്കര കണക്റ്റിംഗ് ആയിട്ടൊരു വെബ് സീരീസ്. അതാണ് എനിക്ക് 4 എപ്പിസോഡേ കണ്ടുള്ളൂ. ബാക്കി അടുത്ത 2 എപ്പിസോഡിൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നൊക്കെ ക്രൂ പറയുന്നുണ്ട്. അപ്പം എനിക്കത് കാണാൻ ഭയങ്കര കൊതി തോന്നിക്കുന്ന രീതിയിലാണ് നിർത്തിയിരിക്കുന്നത്. ആരുടെ ലവ് സ്റ്റോറിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അജിചേട്ടനോ നീരജാണോ? അതിനൊരു ഭയങ്കര സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയത് അജുവിൻ്റെയും അതിന് ഭയങ്കര വേറൊരു 2 കോൺട്രാക്റ്റുകൾ നമ്മൾ ചേരുന്നതിൻ്റെ ലവ് സ്റ്റോറി. അതൊരുപാടൊന്നും ഇല്ല, അതെങ്ങോട്ടാണ് പോകണമെന്ന് അറിയാനുണ്ട്. നീരജിൻ്റെയും ജോലിയുടെയൊക്കെ നമുക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ലവ് സ്റ്റോറിയാണ്. പക്ഷേ ഇതിന് മറ്റേ എന്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അതെന്താണെന്ന് ബാക്കി കാണാൻ വെയിറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ മറ്റേ എമ്പുരാൻ്റെ എക്സൈറ്റ്മെന്റ് എത്രത്തോളം ഉണ്ട്, അത് ഒന്നും പറയും. എമ്പുരാന്റെ എക്സൈറ്റ്മെന്റിലല്ലേ? എമ്പുരാൻ അങ്ങനെ കയറി എക്സൈറ്റ്മെന്റിന്റെ പീക്കിലെത്തട്ടെ, വലിയൊരു മാറ്റം ഉണ്ടാക്കട്ടെ. നമ്മുടെയൊക്കെ ഫിലിം ഇൻഡസ്ട്രി ബഡ്ജറ്റ് വൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഏണിംഗ് വൈസ് ഒക്കെ എമ്പുരാനൊരു മാർക്കാവട്ടെ. അപ്പോഴേ നമുക്ക് വേറെ വലിയ വലിയ ചിന്തകളൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഏത് ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടം? സ്റ്റീഫൻ അടിപൊളിയാണോ, ഖുറൈശി എബ്രാം ആണോ, ഏതാണ്? ഓക്കെ, ഒരെണ്ണം കൂടി, ഒരു ക്വസ്റ്റ്യൻ കൂടി. അതായത് ഈ വലിയ തമിഴിൽ നിന്നൊക്കെ വലിയ പടങ്ങൾ വരുമ്പോൾ 4 മണിക്ക് വെക്കുന്ന ഒരു ഷോ ഉണ്ട്. അപ്പോൾ എമ്പുരാൻ പോലത്തെ ഒരു വലിയ പടം 4 മണിക്ക് വെക്കണതിന് പറയാൻ എനിക്കറിയില്ല. ഫാൻ ഷോ അത് അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ ടീമും ഒക്കെ ആലോചിച്ച് പ്രോപ്പറായിട്ട് നടത്തട്ടെ. എമ്പുരാൻ്റെ കണ്ടിന്യൂഷൻ തന്നെ വരും. മെയ്യിലാണ്, മാർച്ച്, ഏപ്രിൽ. പ്രോപ്പറായിട്ടൊരു ഞങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. എന്നാലും എബ്രാന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഒരു അതിൽ സംഗീതം വരുന്നുണ്ടോ? സംഗീത് എഡിറ്റ് മറ്റേ റൊമാൻസിൽ ഇല്ല സംഗീതം. ഓക്കെ, അപ്പോൾ എമ്പുരാനിൽ സംഗീതം ഉണ്ട്.